ആണോ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ ഒന്ന് കവാലമ്പള ഒരെണ്ണം കൊടുത്തു. ഈ അടുത്ത കാലത്ത് എനിക്കൊരു ക്ലയൻറ്റ് വന്നു, പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് 2-3 മാസമായിട്ട് പിണങ്ങി പിരിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് ഒരു 5 വയസ്സായ പെൺകുട്ടിയുണ്ട്. അപ്പോൾ എത്ര തിരിച്ച് വിളിച്ചിട്ടും വീട്ടിലോട്ട് വരുന്നില്ല. നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ് പോയതാണ്. അവൻ പറഞ്ഞു, എനിക്ക് കൊച്ചിനെ കാണാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സഹിയിട്ട് അവളുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് കൊച്ചിനെ കാണിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കും, കൊച്ചോടി വരും, ഞാൻ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ കൊച്ചിനെ എടുക്കും, സംസാരിക്കും, ഞാൻ കുറേ നേരം അവിടെ നിൽക്കും. അങ്ങനെ കുറേ നാളിങ്ങനെ പോയപ്പം അവളുടെ അച്ഛനും അമ്മയും കൂടെ എന്നെ കളിയാക്കാൻ തുടങ്ങി. നാണം കെട്ടവനെ നിനക്ക് നാണം ഇല്ലടാ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ, കൊച്ചിനെ കളിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. കുറച്ച് കഴിഞ്ഞ് അവളുടെ അനിയൻ വന്ന് കവാലമ്പളക്ക് ഒരെണ്ണം കൊടുത്തു. അതും കിട്ടിക്കൊണ്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചാ കേസെങ്കിലും കൊടുത്തല്ലോ, നമുക്ക് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് അനുകൂലമായ നിലപാടെടുക്കാം. അല്ല സാറേ, അത് ഞാൻ കോംപ്രമൈസ് ചെയ്തു. ഞാൻ ചെന്ന് അളിയനല്ലേ കുടുംബമല്ലേ എന്ന് വിചാരിച്ച് ഞാനും അത് കോംപ്രമൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത്രയും മാനവും നാണവും കെട്ടി കാണാനായിട്ട് പോകുന്നതിന് പകരം നിങ്ങൾ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ പോരായിരുന്നു ആ കൊച്ചിയുടെ ടെമ്പററി കസ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അതെങ്ങനെ സാറേ, പെൺകുട്ടിയല്ലേ, പെൺകുട്ടിയുടെ കസ്റ്റഡി അമ്മമാർക്കല്ലേ കൊടുക്കുകയുള്ളൂ. ഭർത്താക്കന്മാരെ, അത് മണ്ടത്തരമാണ്. ഇതാര് പറഞ്ഞു തന്നാലും ശരി തന്നെ, അത് മണ്ടത്തരമാണ്. പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും തന്നെ ഇല്ല. കുട്ടിയുടെ കംഫർട്ട് നോക്കും, വെൽഫെയർ ഓഫ് ദ ചൈൽഡ് നോക്കും. ഇത് രണ്ടുമാണ് കോടതി നോക്കുന്നത്. കുട്ടിയുടെ ടെമ്പററി കസ്റ്റഡിക്ക് നിങ്ങൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി ചേംബറിൽ കുട്ടിയായിട്ട് സംസാരിക്കും. കുട്ടി നിങ്ങളിൽ കംഫർട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെമ്പററി കസ്റ്റഡി തരും. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, അച്ഛനെ അവൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചാലോ, നീ അച്ഛൻ്റെ കൂടെ പോയി ഇവിടെ വന്ന് അടിക്കുന്നുള്ളൂ മാതും എന്നൊക്കെ പറഞ്ഞാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. കോടതി ചേംബറിലാക്കുമ്പോൾ ആദ്യം അവർക്കൊരു കംഫർട്ട് സോൺ കൊടുക്കും കുട്ടികൾക്ക് പറയാം, നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ, അങ്കിളുണ്ട്, ആൻറ്റിയുണ്ട്, ആൻറ്റിയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ചെയ്യാം, നീ ആരും പേടിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ കുട്ടി നല്ല കംഫർട്ട് സോണിലായി കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി പറയും, എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണമെന്ന് പറയും, ടെമ്പററി കസ്റ്റഡി കിട്ടുകയും ചെയ്യും. പിന്നെ ചില പെണ്ണുങ്ങളുണ്ട്, കോടതി ഉത്തരവിട്ടാലും കാണിക്കില്ല. കോടതി ഉത്തരവുണ്ട്, നമ്മൾ സന്തോഷത്തോടെ കൊച്ചിനെ എടുക്കാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും വീടും കൂടും പൊട്ടി കാശിക്ക് പോകുന്നത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ പൂട്ടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഏത് കോടതിയുടെ ഉത്തരവാണ് അവർ ലംഘിച്ചത്, അവിടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യുക. മണി പോലെ കൊച്ചിനെ നിങ്ങളെ കൊണ്ടുതരും, അനുഭവസ്ഥനാണ്. കാരണം കോടതിയൊക്കെ ഒരുപാടൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്ത് അവളുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചാലേ കൊച്ചിനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരുത്തിയെ കോടതി എടുത്ത് കൊടുക്കുന്നത് കണ്ടു നോക്ക്. We would grant custody outright to the father. No visitation now. She will remain with her father. We will outright grant custody. Go to the Supreme Court and take up that. We will grant custody of the child to the father right now. This was an order of the court, Mr. Shen. We are not requesting you. We passed a direction on you. We have given sufficient rope to your client, sufficient leeway. With mothers like your client, Mr. Shen, your child will never have a good future. Never.